ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന മന്ത്രിയുടെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ പറയാൻ ശ്രമിച്ച ഒരു കാര്യം ഇതാണ്. സംസ്ഥാനത്തെ ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മേഖലയുടെ വികസനം സംബന്ധിച്ച് വ്യക്തത കൊടുക്കാനാണ്. പക്ഷേ പല മന്ത്രിമാർക്ക് ഈ കടലെന്താണെന്നറിയില്ല, കടലിൻ്റെ ഒഴുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ മുതലപ്പുഴയിൽ 86ഓളം മത്സ്യത്തൊഴിലാളികൾ മരിക്കാൻ കാരണം ഈ ഭരണചക്രത്തിലിരിക്കുന്ന ആളുകൾക്ക് കടലിൻ്റെ ഒഴുക്കറിയത്തില്ല, ഈ കടൽ മണ്ണിൻ്റെ ഒഴുക്കറിയത്തില്ല, ഈ മണ്ണ് പോർട്ടിനകത്ത് എങ്ങനെ അടിയുന്നു എന്ന കാര്യം അറിയത്തില്ല. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ ആളുകളായിരിക്കണം. ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി അറിഞ്ഞ് അതിന്മേൽ നല്ല തക്കതായ പരിഹാരം നൽകാനുള്ള ആളുകളായിരിക്കണം. കാരണം ഈ മുതലപ്പുഴയെ സംബന്ധിച്ച് ധാരാളം ലക്ഷക്കണക്കിന് രൂപ 3 പഠനങ്ങൾക്കായിട്ട് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന CWPRS പൂനെയുടെ പഠനമാണ്. ഞങ്ങളുമായിട്ട് ഇവിടുത്തെ പൊതുജനങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്നപ്പോൾ വലിയ നിയമങ്ങളാണ് പറയുന്നത്. ഇത് ദേശസുരക്ഷയുടെ കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മന്ത്രിതലത്തിരിക്കുന്ന ആളുകൾക്ക് ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഓരോ വർഷകാലത്തും ധാരാളം ജീവനുകൾ പൊലിഞ്ഞു പോകുന്ന വളരെ ദുഃഖകരമായ അവസ്ഥയുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ മത്സ്യമേഖലയുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഒക്കെ മനസ്സും വികാരവും ഒക്കെ ഉൾക്കൊള്ളാനും അറിയാനും സാധിക്കുന്ന ആളുകളായിരിക്കണം മന്ത്രിസഭയിൽ ഈ വിഭാഗം കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തി. അദ്ദേഹം കൂടുതൽ ഊന്നൽ നൽകിയതാണ്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് തന്നെ വളരെ പ്രത്യേകമായൊരു ശ്രദ്ധയുണ്ടാകും. ബാക്കി കാര്യങ്ങളൊക്കെ പരിഗണിക്കാമെന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം, ഈ സഭയ്ക്ക് ഒരാളെ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാനുണ്ടോ ഇത്തരമൊരാളെ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്ന സന്ദർഭത്തിൽ വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടോ, അത് പരിഗണിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ മന്ത്രിസഭ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന അന്തർനാടകങ്ങളൊക്കെ. തീർച്ചയായിട്ടും അത്തരം അന്തർനാടകങ്ങളിലൊക്കെ ഒഴുകിപ്പോയി ഈ സാധാരണക്കാരുടെ, ഞാൻ പറയുന്നത് ആദിവാസികൾ, ദളിതർ, മത്സ്യത്തൊഴിലാളികൾ, ഇതുപോലുള്ള വിഭാഗങ്ങളുടെ വേണ്ടത്ര ശ്രദ്ധ ഇന്നും വന്നിട്ടില്ല. മുഖ്യമന്ത്രി അത് ഏറ്റെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയിച്ചിട്ടുണ്ട്, മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ കേന്ദ്രത്തിൽ ഒരു ഫിഷറീസ് മന്ത്രിയുണ്ട്, ഏതെങ്കിലും തരത്തിൽ ഉപയോഗമുണ്ടോ? അദ്ദേഹം മന്ത്രിസ്ഥാനം ഏറ്റെടുത്തിട്ട് ആദ്യം വന്നത് തിരുവനന്തപുരത്തേക്ക് വന്നത് ഈ വെള്ളയമ്പലം ബിഷപ്സ് ഹൗസിലേക്കാണ്. ജോർജ് കുര്യൻ. അദ്ദേഹത്തിനോട് ഞങ്ങൾ മുതലപ്പുഴയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു, അപ്പോൾ നിർദ്ദേശിച്ചു. അദ്ദേഹമാണ് 102 കോടി രൂപ അനുവദിപ്പിച്ചത്. അതുമാത്രമല്ല, അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നൊരു വിദഗ്ധ സമിതി ഇവിടെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഈ വിദഗ്ധരുടെയൊക്കെ അഭിപ്രായം ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ ഇവിടുത്തുള്ള ബ്യൂറോക്രാറ്റ്സ് ഒന്നും റെഡിയല്ല. അവർക്ക് അവരുടേതായ ചില വ്യക്തിപരമായ പ്രത്യേക താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ മുതലപ്പുഴ ഇന്നും പ്രശ്നം പരിഹാരമാകാതെ നിൽക്കുന്നത്. ഈ വർഷകാലത്തും അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഞങ്ങൾക്ക് ഈ മുതലപ്പുഴയിലൂടെ കടലിലേക്ക് പോകാൻ പറ്റുന്നില്ല, വലിയ അപകടങ്ങളുണ്ടാകും. കാരണം വളരെ അശാസ്ത്രീയമായിട്ട് തന്നെയാണ് ഇപ്പോഴും അവിടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഞാനെന്നും പൊതുജനങ്ങളുടെ കൂടെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ മനസ്സിനോട് ചേർന്നാണ്. ഈ കേരളം വികസിക്കണം. അദ്ദേഹം പറയുന്നത് ഒരു നവയുഗ സൃഷ്ടിക്കായിട്ട് അത്തരം ദർശനങ്ങൾ രൂപപ്പെടുത്തണമെന്നും പൊതുസമൂഹത്തിൽ ഉറച്ചു സംസാരിക്കുന്ന ആളാണ്. ഫാദർ, ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴും 10 വർഷം ഇടത് സർക്കാരാണ് ഇവിടെ ഭരിച്ചത്, അപ്പോൾ അവരൊന്നും ചെയ്തില്ല എന്നുള്ളൊരു അഭിപ്രായം? അങ്ങനെ ഒന്നും ചെയ്തില്ല എന്നല്ല, പക്ഷേ അത് ഫോക്കസ്ഡ് ആയിരുന്നില്ല. ഇപ്പോൾ ഒരു വിഷയം പറയുകയാണെങ്കിൽ വിഴിഞ്ഞം ആ പോർട്ടുമായി ബന്ധപ്പെട്ട്, അന്താരാഷ്ട്ര പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ തീരവും 300-ലേറെ വീടുകളും നഷ്ടപ്പെട്ടത് വെറും കാലാവസ്ഥ വ്യതിയാനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മനുഷ്യരെയൊക്കെ പറ്റിക്കാവുന്ന ഒരു സമീപനമാണ്. ഞാൻ ഈ തീരപ്രദേശത്തുള്ളതാണ്. ഞാൻ താമസിക്കുന്നത് പുത്തൻതോപ്പ് പ്രദേശത്താണ്. അവിടെ ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ അതെല്ലായിടത്തും ഉണ്ടാകണം. എന്തുകൊണ്ടാണ് ശംഖുമുഖവും വലിയതുറ, പൂന്തുറ, ഭീമാവള്ളി പ്രദേശം മാത്രം പോകുന്നത്? ഇപ്പോൾ പനത്തുറയിൽ മത്സ്യത്തൊഴിലാളികൾ വളരെ പ്രയാസത്തിലാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന പോയി. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ നിർമ്മാണം തന്നെയാണ്. അത് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ ഇന്ന് കീശയിലാക്കുന്ന ചില യജമാനന്മാരാണ് നമ്മളെയൊക്കെ നയിക്കുന്നത്. അത് തെറ്റാണ്.